നമസ്കാരം. കഴിഞ്ഞ ദിവസം പള്ളി ഭക്തനായ ഒരാൾ ദിവസവും പള്ളിയിൽ പോവും, എന്നാൽ ഈ ജീവിതത്തിൽ ചെയ്യാവുന്ന എല്ലാ വൃത്തികേടുകളും കാണിക്കുന്ന ഒരു മനുഷ്യൻ, 65 വയസ്സുണ്ട്. അയാളൊരു സ്ഥലത്ത് നിന്ന് പറയുകയാണ്, ഈ BJP ക്രിസ്ത്യാനികളെ നശിപ്പിക്കും, മുടിപ്പിക്കും. കാരണം എന്താണ് പറയുന്നതെന്നറിയാമോ? ആ കുരിശിൻ്റെ വഴി ഡൽഹിയിൽ നടത്താൻ സമ്മതിച്ചില്ല. ശരിക്കും കുരിശിൻ്റെ വഴിയല്ല, കുരുത്തോലപ്പെരുന്നാൾ എന്ന് പറയുന്ന ഓശാന ഞായറാഴ്ച നടത്തുന്ന ഒരു സംഭവമാണ്. ഡൽഹിയിലെ തിരുഹൃദയ ദേവാലയത്തിൽ അവിടെ നിന്ന് 10 കിലോമീറ്റർ അപ്പുറത്തേക്ക് പ്രദക്ഷിണമായി പോയി കുരുത്തോലപ്പെരുന്നാൾ നടത്താൻ സമ്മതിച്ചില്ല, അല്ലെങ്കിൽ കുരിശിൻ്റെ വഴി നടത്താൻ സമ്മതിച്ചില്ല. ഇതാണ് കാരണം. ഈ പള്ളി ഭക്തൻ ആരൊക്കെയോ പറയുന്ന സോഷ്യൽ മീഡിയയിലെ വാർത്തകൾ കണ്ടിട്ടോ മറ്റോ ആണ് പ്രതികരിക്കുന്നത്. ഇതുപോലുള്ള പ്രതികരണ തൊഴിലാളികളോട്, ബുദ്ധിയും ബോധവും അശേഷമില്ലാത്ത ആളുകളോട് ഞാൻ പറയുകയാണ്, ഇത് കുറച്ച് നാളായി ഈ പ്രതികരണം തുടങ്ങിയിട്ട്. ഞാൻ ഒരിക്കലും വാർത്തകൾ നിങ്ങൾക്ക് തരുന്ന ഒരു ചാനലല്ല ഇത്. വന്ന വാർത്തകളുടെ വിശകലനമാണ് ഞാൻ ചെയ്യാറ്. അങ്ങനെ ഈ വാർത്തയെ വിശകലനം ചെയ്തപ്പോൾ മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. റാണ എന്ന കൊടും ഭീകരനെ ഡൽഹിയിൽ എത്തിച്ചപ്പോൾ മുതൽ അവിടെ കർശന നിയന്ത്രണമാണ്. അതിനു മുമ്പ് VHP നടത്താനിരുന്ന ഒരു ഹനുമാൻ യാത്ര, ഒരു ഹനുമാൻ ക്ഷേത്രത്തിലേക്കുള്ള യാത്ര, അതുപോലും ക്യാൻസൽ ചെയ്തു. അതിന് ഒരു VHPയോ ഹിന്ദുക്കളോ ഇവിടെ പ്രതികരിക്കാൻ വന്നില്ല. എന്നാൽ ക്രിസ്ത്യൻ ദേവാലയത്തിലെ ഒരു പ്രദക്ഷിണം നിരോധിച്ചതാണ് ഇവിടെ വിഷയമായത്. ഇനി അവിടെ റാണയെ കൊണ്ടുവന്നില്ല, കർശന നിയന്ത്രണങ്ങളൊന്നുമില്ല എന്ന് വിചാരിക്കുക. എന്തിനാണ് ഈ 10 കിലോമീറ്റർ പൊതുവഴിയിലൂടെ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് ഒരു പ്രദർശനം നടത്തുന്നത്? ഈ കേരളത്തിൽ തന്നെ ഇവിടുത്തെ അമ്പലങ്ങളിലെ ചില കാവടിയാട്ടമായിക്കോട്ടെ, പള്ളികളുടെ പ്രദർശനമായിക്കോട്ടെ, ഇങ്ങനെ മനുഷ്യനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ട് റോഡുകൾ കവർ ചെയ്തിങ്ങനെ പോകുന്നത് കണ്ടിട്ടുണ്ട്. എന്തിനാണ് ഈ പ്രകടനം? ഡൽഹിയിൽ ആ പ്രദർശനം നിരോധിച്ചുകൊണ്ട് അവർ പള്ളിയുടെ ചുറ്റുവട്ടത്ത് തന്നെ അത് നടത്തി. അതുകൊണ്ടെന്താ ദൈവം പ്രസാദിക്കില്ലേ? അതുകൊണ്ടാണ് നിങ്ങളുടെ ഭക്തി ഇടിഞ്ഞു പോയോ? ഞാൻ ഡൽഹിയിലെ കാര്യം വിടുന്നു, ഇനി കേരളത്തിലേക്ക് വരുന്നു. നിങ്ങളുടെ പ്രദക്ഷിണങ്ങൾ, നിങ്ങളുടെ കാവടിയാട്ടം, നിങ്ങളുടെ റാസ, ഇതൊക്കെ അതാത് ദേവാലയങ്ങളുടെ ആ പരിസരത്ത് തന്നെ നടത്തിയാൽ പോരെ? എന്തിനാണ് ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച്, ജനങ്ങളുടെ വാഹന ഗതാഗതം തടസ്സപ്പെടുത്തി, ജനങ്ങളുടെ യാത്രാ സൗകര്യം മെനക്കെടുത്തി ഇങ്ങനെ നടത്തുന്നത്? പണ്ട് വാഹനങ്ങൾ അധികം ഇല്ലാതിരുന്ന കാലത്ത് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു. ജനങ്ങൾക്ക് സന്തോഷമായിരുന്നു. ജനങ്ങൾക്ക് സന്തോഷിക്കാൻ ഇന്ന് 100 കണക്കിന് ഉപാധികളുണ്ട്. ഈ പൊതുനിരത്തിലൂടെ ഇങ്ങനെ പ്രദർശനം നടത്തി, ഇങ്ങനെ കാവടിയാട്ടം നടത്തി ജനങ്ങൾക്ക് സന്തോഷിക്കേണ്ട കാര്യമില്ല. അമിത ഭക്തർ പറഞ്ഞേക്കാം, ഞങ്ങളുടെ ആനന്ദമാണ്. നിങ്ങളുടെ ആനന്ദം നിങ്ങളുടെ ദേവാലയത്തിൻ്റെ പരിസരത്ത് നടത്തിയാൽ കിട്ടില്ലേ? ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചാലേ നിങ്ങളുടെ ആനന്ദം നിറവേറുകയുള്ളൂ. ഇതുപോലെ ഒരുപാട് റോഡുകൾ ഉപരോധിച്ചുകൊണ്ട്, വിശുദ്ധരെ തോളിലേറ്റി ചുമന്നുകൊണ്ട് നടത്തുന്ന പെരുന്നാൾ പ്രദർശനങ്ങൾ, അമ്പലത്തിലെ ഉത്സവങ്ങളുടെ ഘോഷയാത്ര, ഇതിങ്ങനെ നിരന്തരമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയക്കാർ ഒരു ഭാഗത്ത് അത് ചെയ്യുന്നുണ്ട്, അതിന് കോടതി വിലങ്ങിട്ടിരിക്കുകയാണ്. എന്നിട്ടും CPM പോലുള്ള പാർട്ടികൾ അത് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാലും കോടതി വിധിയെ ഭയന്നുകൊണ്ട് ചില നിയന്ത്രണങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. എന്നാൽ കോടതി ഇക്കാര്യത്തിൽ വിശ്വാസികളുടെ പ്രശ്നമായതുകൊണ്ട്, അല്ലെങ്കിൽ സമുദായത്തിൻ്റെ പ്രശ്നമായതുകൊണ്ട്, മതത്തിൻ്റെ പ്രശ്നമായതുകൊണ്ട് കോടതി ഇതിലും ഇടപെടില്ല. അത് ജനവികാരം ഇളക്കിവിടും എന്നായിരിക്കാം കോടതിയും ചിന്തിക്കുക. എന്ത് ജനവികാരം ഇളക്കിവിടുന്നു? ഇവിടെ മനുഷ്യന് സ്വസ്ഥമായും സമാധാനമായും ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടല്ലോ, അവർക്ക് സംരക്ഷണം കൊടുക്കട്ടെ. ഹിന്ദുക്കൾ ഘോഷയാത്ര നടത്തുമ്പോൾ മറ്റു മതസ്ഥർ കുറ്റം പറയും, ക്രിസ്ത്യാനികൾ നടത്തുമ്പോൾ ഹിന്ദുക്കളും മുസ്ലിംസും കുറ്റം പറയും. മുസ്ലിംസിന് പിന്നെ ഇതുപോലുള്ള ഘോഷയാത്രകൾ കുറവാണ്. ചങ്ങനാശ്ശേരി ചന്ദനക്കുടം, കാഞ്ഞിരപ്പറ്റ ഉറൂസ്, അങ്ങനെ ചില കാര്യങ്ങളെ കണ്ടിട്ടുണ്ട്. ആ ദിവസങ്ങളിൽ അവിടെയും തടസ്സമാണ്. അത് പിന്നെ വർഷത്തിൽ ഒന്നേ ഉള്ളൂ എന്ന് വിചാരിക്കാം. എന്നാൽ ഇവിടെ ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും കാര്യം അങ്ങനെയല്ല. പലപ്പോഴും പല ആഘോഷങ്ങളാണ്, പല പെരുന്നാളുകളാണ്, പല വിശുദ്ധരുടെയും പല ദേവീദേവന്മാരുടെയും. ജനം മടുത്തിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ ഭരണാധികാരികൾ ഒരു വിലങ്ങ് ഏർപ്പെടുത്തണം. ഇതിന് കോടതികൾ സ്വമേധയാ ഇടപെടണം. പൊതുവഴികളിൽ ഒരിക്കലും ഇത്തരം ഘോഷയാത്രകൾ നടത്താൻ പാടില്ല എന്ന് വിധി പുറപ്പെടുവിക്കണം. ഒരാളും ഒരു ഹർജിയുമായി പോകില്ല. ഇവിടെ സ്വതന്ത്ര ചിന്തകരുണ്ട്, മതവിരോധികളുണ്ട്, ഇവരാരും പോകില്ല. ജീവനിൽ ഭയമുള്ളത് കൊണ്ടായിരിക്കാം. കോടതിക്ക് സ്വമേധയാ എടുക്കാമല്ലോ ഇതുപോലുള്ള തീരുമാനങ്ങൾ. അങ്ങനെ എടുക്കണം എന്നൊരപേക്ഷയാണ്. അതുകൊണ്ട് BJP ക്രിസ്ത്യാനികളെയും മുസ്ലിംസിനെയും ഹിന്ദുക്കളെയും ആരെയും തകർക്കില്ല, ആരെയും രക്ഷപ്പെടുത്തുകയുമില്ല. ഒരു സാധാരണ രാഷ്ട്രീയ പാർട്ടി പോലെ അവരങ്ങ് പോകും. ഒരു രാഷ്ട്രീയക്കാരും ആരെയും തകർക്കുകയുമില്ല, ആരെയും രക്ഷപ്പെടുത്തുകയുമില്ല. ഇതാണ് അതിൻ്റെ സത്യം. എന്നാൽ ഡൽഹി പോലീസ് ഇങ്ങനെയൊരു നിരോധനം ഏർപ്പെടുത്തിയപ്പോൾ ഉടനെ കോൺഗ്രസ്സുകാർ ഇളകി, CPM ഇളകി. കണ്ടില്ലേ, ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ തലയിൽ കയറുകയാണ് എന്ന് പറഞ്ഞ് പല സ്ഥലത്തും പ്രസംഗിച്ചു, പല പത്രവാർത്തകൾ നടത്തി. അവർക്ക് സത്യമറിയാം, പക്ഷേ സാധാരണ ജനങ്ങളെ മണ്ടന്മാരാക്കുന്നു. സാധാരണ ജനങ്ങളുടെ മനസ്സിൽ
ഈ മതത്തിൻ്റെ തീ കോരിയിടുന്നു. ക്രിസ്ത്യാനികൾ വിചാരിക്കും, കണ്ടില്ലേ, ഞങ്ങൾക്കെതിരെ ഇങ്ങനെ പ്രവർത്തിച്ചിരിക്കുന്നു, അതുകൊണ്ട് ഇനി അവർ വോട്ട് ചെയ്യേണ്ട എന്ന് തീരുമാനിക്കാൻ വേണ്ടി മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ നടത്തുന്ന പ്രഹസനം. ഇതും ജനങ്ങൾ തിരിച്ചറിയുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർ വോട്ട് ചെയ്തോളുക, പക്ഷേ ഭരിക്കുന്ന പാർട്ടിയെ കുറ്റം പറയുമ്പോൾ അത് സത്യമാണെന്ന് വിചാരിക്കാതിരിക്കുക. വഖഫ് വിഷയത്തിൽ ഇവിടുത്തെ പാർട്ടികളുടെ മലക്കം മറിച്ചിലൊക്കെ നമ്മൾ കണ്ടതല്ലേ. ഞങ്ങൾ മുസ്ലിംസിനൊപ്പമാണ്, എന്നാൽ ഞങ്ങൾ ഹിന്ദുക്കൾക്കൊപ്പമാണ്, ഞങ്ങൾ ക്രിസ്ത്യാനികൾക്കൊപ്പമാണ് എല്ലാം പറയും. എന്തുകൊണ്ട് വഖഫ് നിയമം പാടില്ല എന്ന് പറയുന്നു? അതിന് മറുപടിയില്ല. അത് ഏത് തരത്തിലാണ് മുസ്ലിംസിന് ദോഷകരമായി ഭവിക്കുക? അത് പറയില്ല. വഖഫ് എന്ന് പറഞ്ഞാൽ അത് മുസ്ലിമിനെ ബാധിക്കുന്നതാണ്, മുസ്ലിം സമുദായത്തിൻ്റെ പ്രശ്നമാണ്, അതുകൊണ്ട് ഞങ്ങൾ ആ കൂടെ നിൽക്കുന്നു മുസ്ലിംസിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി. സത്യം പറയില്ല. ഇത് തന്നെയല്ലേ ഈ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? മതപുരോഹിതന്മാരും മതനേതൃത്വവും ഇതിനെ കൊച്ചുവിലങ്ങിടണം. രാഷ്ട്രീയക്കാർ ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടേണ്ട എന്ന് പറയണം. അത് മാത്രമല്ല, ഈ പൊതുവഴികൾ ഇങ്ങനെ തടസ്സപ്പെടുത്തിക്കൊണ്ട് പൊതുജനത്തെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടുള്ള ഈശ്വരാരാധന അതങ്ങ് ഒഴിവാക്കണം. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നത് ഒരു ഈശ്വരന്മാർ സന്തോഷിക്കില്ലല്ലോ. ഒരു കോമൺ സെൻസ് വെച്ച് അങ്ങനെയെങ്കിലും ചിന്തിക്കുക. എല്ലാവർക്കും സ്വബുദ്ധി ഉണ്ടാവാൻ നിങ്ങൾ തന്നെ ഈശ്വരന്മാരോട് പ്രാർത്ഥിക്കുക. താങ്ക് യു.